അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിൽ പുഷ്പാർച്ചന നടന്നു. ഒരു വ്യക്തിയുടെ ജീവിതം ഒരു ജനതയുടെ ചരിത്രമായി മാറിയതായി ചടങ്ങിൽ സംസാരിച്ച മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നവോത്ഥാനത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച മഹത് വ്യക്തിയായിരുന്നു അയ്യങ്കാളിയെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അയ്യങ്കാളിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തോടുള്ള കാഴ്ചപ്പാടാണ്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് തലയുയർത്തി നിൽക്കുവാനുള്ള ആയുധം അക്ഷരങ്ങളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ നവോത്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള മഹാനായ അയ്യങ്കാളിയുടെ 62ാമത് അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹത്തിനെ നമുക്ക് ഏവർക്കും വേണ്ടി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അദ്ദേഹം കേരള സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ ഉയർത്തിവിട്ടിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ്. ആ നവോത്ഥാന നായകൻ്റെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ സമൂലമായിട്ടുള്ള പുരോഗതിക്കും മാറ്റത്തിനും വേണ്ടിയിട്ട് കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി GR അനിൽ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, മേയർ ആര്യ രാജേന്ദ്രൻ, MLA-മാരായ VK പ്രശാന്ത്, ആന്റണി രാജു എന്നിവർ പുഷ്പാർച്ചന നടത്തി. രാവിലെ കനകക്കുന്നിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിലാണ് സമാപിച്ചത്. വെങ്ങാനൂർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ രാവിലെ സായുധ ജന പരിപാലന സംഘം സംസ്ഥാന പ്രസിഡന്റ് K വാസുദേവൻ, ജനറൽ സെക്രട്ടറി സുരേഷ് ജഗതിയും ഭാരവാഹികളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെ പ്രവർത്തകർ എത്തി പുഷ്പാർച്ചന നടത്തി. ഇന്നു മുതൽ സെപ്റ്റംബർ 6 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.